നമ്മുടെ പ്രിൻസ് ചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. പ്രിൻസ് ചേട്ടാ, ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാൽ 50,000 മുതൽ 1,00,000 വരെ സമ്പാദിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഒരു മാസം, ഇത് സത്യമാണോ ശരിക്കോ? 50 മുകളിലല്ല 1,00,000 മുകളിലും മേടിക്കുന്ന സെന്ററുകൾ നമ്മുടെ ഇടയിലുണ്ട്. 1,00,000 മുകളിലൊക്കെ വാങ്ങിക്കാൻ പറ്റും. മേടിക്കാൻ പറ്റും. ഇത് തുടങ്ങാൻ വലിയ ചെലവുണ്ടോ? തുടങ്ങാനായി ഒരു കമ്പ്യൂട്ടറും ഒരു പ്രിന്ററും മേടിക്കുന്ന ചെലവേ ഉള്ളൂ. അത് മാത്രമേ വേണ്ടൂ. ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ വേണേൽ തുടങ്ങാവുന്ന ഒരു സംരംഭമാണ്. എവിടെയും തുടങ്ങാം, ആർക്കും തുടങ്ങാം. പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ, ഇത്ര മാത്രം ഒരു മാസം നമുക്ക് സമ്പാദിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടത്തേക്ക് വന്നിരിക്കുന്നത്. F0 എന്ന് വന്നിരിക്കുന്നത് എറണാകുളത്താണ് കേട്ടോ. എറണാകുളത്ത് ഈ മിത്രത്തിലാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഇതിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് മുതൽ എന്താണ് ഈ മിത്രം എന്നുള്ളത് അതിനെ രൂപപ്പെടുത്തിയ ഒരാളാണ് സന്തോഷ് സാറ്. സാറേ, ഈ ഒരു ഈ മിത്രം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? ഈ മിത്രം സ്റ്റാർട്ട് ചെയ്തപ്പോൾ 12 വർഷത്തോളമായി. 12 വർഷത്തോളമായി. ഓക്കെ, എന്താണ് ഈ മിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ മിത്രം എന്നത് ജനസേവന കേന്ദ്രങ്ങളുടെ ശൃംഖലയാണ്. സാധാരണ ജനസേവന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നതിനെക്കാട്ടും മെച്ചമായി ഇതൊരു കസ്റ്റമർ സർവീസ് പോയിന്റ് ആണ്. ഓക്കെ, കസ്റ്റമർ സർവീസ് പോയിന്റ് ആകുമ്പോൾ മറ്റ് കമ്പനികളുടെ സേവനങ്ങളും നമ്മുടെ ഈ സെന്റർ വഴി ലഭിക്കുന്നതായിരിക്കും. സാധാരണ രീതിയിൽ നമ്മൾ ജനസേവന കേന്ദ്രം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാ അതിൽ വരുന്നത്? സാധാരണ ജനസേവനം എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ സേവനങ്ങളില്ലേ, ഈ സർക്കാർ ഇതര സേവനങ്ങൾ, ഓരോ പേപ്പറുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പാൻ കാർഡ്, പാസ്പോർട്ട്. ഓക്കെ. അതിലുപരിയായിട്ട് ഇവിടെ മറ്റു കമ്പനികളുടെ, അതായത് നമ്മൾ കുറെ കമ്പനികളുടെ അസോസിയേറ്റ് ഉണ്ട്, അവരുടെ സേവനം കൂടെ ഇവിടെ കിട്ടും. ഇത് ശരിക്കും ഒരു വെറൈറ്റി പരിപാടിയാണ്. അതുകൊണ്ടായിരിക്കും ഒരു മാസം ഇത്രമാത്രം സമ്പാദിക്കാൻ പറ്റും. ഈ മിത്രം ഇവിടെ ചെയ്യുന്നത് ഫ്രാഞ്ചൈസി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എവിടെ ഉള്ളവർക്കും ഫ്രാഞ്ചൈസി എടുക്കാം. ഇത് ആർക്കൊക്കെ എടുക്കാം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് ഒരു ഓഫീസ്, അവിടെ 1-2 കമ്പ്യൂട്ടറുമാണ് അവിടെ വേണ്ടത്. പിന്നെ ഒരു പ്രിന്റർ, പിന്നെ നെറ്റ് കണക്ഷൻ, ഇതാണ് അവിടെ വേണ്ടത്. ഇത്ര മതി. അതേപോലെ തന്നെ ഇത് ആർക്കൊക്കെ തുടങ്ങാം? ഇപ്പൊ തുടങ്ങാവുന്ന കാറ്റഗറി വെച്ചാണെങ്കിൽ ഇപ്പം ഒരു അധിക വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് തുടങ്ങാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒരു സർവീസ് ചെയ്ത്, അതായത് ജനങ്ങൾക്ക് ഒരു നന്മ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. ഒരു സർവീസ്, ഇതൊരു സേവനമല്ലേ. കാരണം പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് പാസ്പോർട്ട്, പെൻഷൻ ഇല്ലാത്തവർക്ക് പെൻഷൻ, അങ്ങനെയൊക്കെ ഒരു സമൂഹത്തിന് ഒരു എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ചെയ്യാം. അതോടെ അത് വരുമാനം ഉണ്ടാക്കാനും പറ്റും. പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. എല്ലാവരും ഇത് കാണുന്ന സമയത്ത് എല്ലാവരും മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യം, നല്ല വിദ്യാഭ്യാസം, നല്ല ക്വാളിഫിക്കേഷൻ വേണോ? ആ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? ഒരിക്കലും ഇല്ല, അങ്ങനെ വിദ്യാഭ്യാസം വേണമെന്ന് ഒരിക്കലും ഇല്ല. കാരണം ഒരു മൊബൈൽ, ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കാൻ അറിയാവുന്നവരെ നമ്മൾ അതിന്റെ വേണ്ട ട്രെയിനിങ് കൃത്യമായി കൊടുക്കും. അത് നമുക്ക് 2-3 രീതിയിൽ ട്രെയിനിങ് ഉണ്ട്. ഒന്ന്, സാധാരണ ഓൺലൈൻ ട്രെയിനിങ് ആദ്യം തന്നെ കൊടുക്കും. അതിലൂടെ തന്നെ അവർക്ക് എന്താണ് ഈ ചെയ്യുന്നതെല്ലാം മനസ്സിലാകും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവരെ 1-to-1 ട്രെയിനിങ് ഉണ്ട്. അതായത് ഒരു സിസ്റ്റം കണക്ട് ചെയ്തിട്ട് ആ സിസ്റ്റത്തിൽ കൂടെ അവരെ കൊണ്ട് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഓക്കെയാണോ ചെയ്യിപ്പിക്കും, അങ്ങനെ പഠിപ്പിക്കും. പിന്നെ അതുമല്ല, അത് കഴിഞ്ഞിട്ട് ബാക്ക് എൻഡ് സപ്പോർട്ടും ഉണ്ടാവും. ബാക്ക് എൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ഞങ്ങൾ കോൺടാക്ട് നമ്പർ ഉണ്ട്, പിന്നെ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിലൊന്ന് വിളിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. ആ ഗ്രൂപ്പിലൂടെ തന്നെ ബാക്ക് എൻഡ് സപ്പോർട്ട് കിട്ടും. അതായത് എന്തെങ്കിലും ചെയ്തുകൊണ്ട് സ്റ്റക്കായി പോവാണെങ്കിൽ സാധാരണ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ അറിയാലോ, അപ്പോൾ ആ സേവനം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു വേണ്ടി വരും. പക്ഷെ നമുക്ക് ബാക്ക് എൻഡ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് പറ്റും. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ട്യൂട്ടോറിയൽസ് ഉണ്ട്. ട്യൂട്ടോറിയൽസ് നമുക്ക് എല്ലാ സർവീസുകളും അതിൽ കൂടെ തന്നെ നോക്കി ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കാണുന്നത് പോലെ ഓരോ കാര്യങ്ങൾ ഇതിലുണ്ട്. തീർച്ചയായും. ഇത് വീഡിയോ ആയിട്ട് തന്നെ കാണാൻ പറ്റുമോ? തീർച്ചയായും. പിന്നെ അതിന്റെ സ്റ്റെപ്പുകൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ മറ്റു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് വരുന്ന സേവനങ്ങളില്ലേ, എന്താണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, പുതിയ അപ്ഡേഷൻസ്, അതും സ്പോട്ടിൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. തൊട്ട് മുന്നേ ഒരു കാര്യം പറഞ്ഞല്ലോ, അതായത് നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ജനസേവന കേന്ദ്രമായിട്ട് മാത്രമല്ല പ്രവർത്തിക്കുന്നത്, പല കമ്പനികളായിട്ട് ടൈപ്പ് ഉണ്ട് എന്നുള്ളത്. ഈ പല കമ്പനികൾ ടൈപ്പ് ഉള്ളതിന്റെ ഗുണം, ഇപ്പൊ ഞാനിപ്പോ ഒരു ഫ്രാഞ്ചൈസി ഈ മിത്രത്തിന്റെ എടുത്തു, അപ്പൊ എനിക്ക് എങ്ങനെയാണ് അത് ഗുണം ചെയ്യുന്നത്? അതൊരു ഉദാഹരണം പറയുന്നത്, അവരുടെ സേവനങ്ങൾ അവരുടെ ഒരു കസ്റ്റമർ സർവീസ് പോയിന്റ് ആയിട്ട് മാറുകയാണ്. നമ്മൾ സാധാരണ ജനസേവന കേന്ദ്രം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജനസേവനത്തിന്റെ അവിടെ എഴുതിയേക്കുന്നുണ്ടല്ലേ, കസ്റ്റമർ സർവീസ് പോയിന്റ് ആണ്. അതാണ് മറ്റ് കമ്പനിയുടെ ഒരു കസ്റ്റമർ സർവീസ് പോയിന്റ് ആയിട്ട് മാറുകയാണ്. അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു കസ്റ്റമർ സർവീസ് പോയിന്റ് ആണ്. ഇൻഷുറൻസ് കമ്പനി ടൈപ്പ് ഉണ്ട്. അതേതൊക്കെ കമ്പനി നമുക്ക് എടുത്ത് പറയാനുള്ളത്? നമ്മളെ ഇപ്പോൾ 56 കമ്പനികളുള്ള ഇവിടെയുള്ള എല്ലാ കമ്പനി, ഇൻഷുറൻസിന്റെ എല്ലാ കമ്പനികളുമായിട്ട് ടൈപ്പ് ഉണ്ട്. ബ്രോക്കറിംഗ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ LIC ഒക്കെ LIC എല്ലാം നമുക്ക് ടൈപ്പ് ഉണ്ട്. ശരി. അതായത് നമ്മുടെ ഒരു സെന്റർ എടുക്കുന്നവർക്ക് LIC ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റും.
അതിലൂടെ വരുമാനം ഉണ്ടാക്കാനും പറ്റും. അപ്പൊ LICയുടെ പ്രത്യേകമായിട്ട് ഞാൻ പോയിട്ട് ലൈസൻസ് എടുക്കണ്ട, വേണ്ട ഈ മിത്രത്തിന് എടുക്കുമ്പോൾ തന്നെ ഇതൊക്കെ വരുന്നുണ്ട്. അതിന്റെ കൂടെ എല്ലാം ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ആണ്. ഓക്കെ, അത് മറ്റ് കമ്പനികളുടെ എല്ലാം സാധാരണ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുത്താൽ ഏജന്റിന് അവർക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ചോളം ഇപ്പൊ 56 ഇൻഷുറൻസ് കമ്പനികളുടെയും എല്ലാ സേവനങ്ങളും, ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, വെഹിക്കിൾ ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഈ സേവനങ്ങളെല്ലാം കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം. വേറെ ഏതാണ് കമ്പനി നിങ്ങൾ ടൈപ്പ് ഉള്ളത്? എഡ്യൂക്കേഷൻ ഉണ്ട്. അവര് അതായത് ഒരു കുട്ടിക്ക് ഒരു സീറ്റ് വേണം, MBBS ആയിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ, എന്തിനു വേണം സീറ്റ് വേണമെങ്കിൽ അത് നമ്മുടെ ഈ മെത്തേഡിൽ പോയാൽ മതി. അപ്പൊ ഞാനൊരു സീറ്റ് ഒരു കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്താൽ അതിന്റെ ഒരു പെർസെന്റേജ് എനിക്ക് യെസ് അത് കോളേജ് തന്നെ തരും. ഇതാണ് ആദ്യം ഞാൻ കണ്ട ആ ഒരു സംഭവം അല്ലേ, അതായത് ഇത്രമാത്രം ഒരു വരുമാനം ഒരു മാസം സമ്പാദിക്കാൻ പറ്റുന്നത്. മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, ഞാൻ പല കമ്പനികളും പോയിട്ട് ഒത്തിരി വീഡിയോ ചെയ്യുന്നുണ്ട്. പലർക്കും ഇതേപോലെ മാർക്കറ്റിംഗ് എളുപ്പമാക്കാൻ വേണ്ടി പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഒരു വഴിയുള്ളത്. ആ ഈ മിത്രമായിട്ട് നിങ്ങളുമായിട്ട് ഇതേപോലെ ഇങ്ങനെയുള്ള കമ്പനികൾക്കും അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ഒരു ഡീലറായിട്ട് മാറാൻ പറ്റും. അതായത് നമ്മുടെ ഇത്ര ഈ മിത്രം സെന്ററുകൾ, കാരണം ഒരു കമ്പനി നമ്മൾ ടൈപ്പ് ആണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് 3000-ഓളം ഡീലർ വരുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. ഈ മിത്രത്തിന് 3000 ഫ്രാഞ്ചൈസി ഉണ്ട്. അവരുമായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റിയ, അതായത് അത്രത്തോളം ഡീലേഴ്സിനെ ആക്കുന്ന ഒരു സിസ്റ്റത്തിലൂടെ വരിക. ഒരു ഉദാഹരണം തന്നെ പറയാം, ഇപ്പോൾ വന്ന ഹണി കമ്പനി, ആ ഹണി കമ്പനി നമ്മളുമായിട്ട് ടൈപ്പ് ചെയ്തപ്പോൾ അവരുടെ കസ്റ്റമർ സർവീസ് പോയിന്റ് ആയിട്ടും ഡീലറായിട്ടും ഓട്ടോമാറ്റിക്കലി 3000-ഓളം അധികം ഫ്രാഞ്ചൈസികളുണ്ടല്ലോ, അത് ടൈപ്പ് ആയില്ലേ. എന്തെങ്കിലും അവരൊരു പരസ്യം കൊടുക്കുകയാണ്, ഈ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഈ സേവനമോ തൊട്ടടുത്തുള്ള ഈ മിത്രം സെന്ററുകൾ വഴി ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, അതായത് എന്റെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ഈ മിത്രമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3000-ന് മേലുള്ള ഫ്രാഞ്ചൈസിയിലേക്ക് ഇത്രയും ഷോപ്പുകൾ ഞാൻ തുറക്കുന്നതിന് തുല്യമാണ്. തീർച്ചയായും. കാരണം ഒരു ഷോപ്പ് തുറക്കുക അറിയാലോ, ലക്ഷങ്ങളും കോടികളും മുടക്കണം, പിന്നെ അതേപോലെ തന്നെ സ്റ്റാഫ് വെക്കണം, മാനേജ് ചെയ്യണം. ഇതൊന്നും ഇല്ലാതെ തന്നെയാണ് ചെറിയൊരു ഇൻസെന്റീവ് ബേസിൽ തന്നെ എന്ത് ചെയ്യാം, അവരുടെ പ്രൊഡക്റ്റുകളും സർവീസുകളും ഈ മിത്രം വഴി കൊടുക്കാൻ പറ്റും. കേരളത്തിൽ മാത്രമാണ് ഈ മിത്രം ഇപ്പോൾ ഉള്ളത്? അല്ല, ഇപ്പം തമിഴ്നാട്ടിൽ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം കർണാടകത്തിലും സ്റ്റാർട്ട് ചെയ്ത് പോവാണ്. ഇത് കൂടാതെ തന്നെ നമ്മുടെ IT ടീം ഉണ്ട്, പിന്നെ അതേപോലെ മാട്രിമോണി ഉണ്ട്. IT ടീമിന്റെ ഹെഡാണ് തോമസ് സാർ. പിന്നെ അതേപോലെ തന്നെ മാട്രിമോണി റിജോ. സാധാരണ ഒരു മാട്രിമോണി സംബന്ധിച്ചോളം നമ്മൾ ദൂരെയുള്ള ഒരാളുടെ ഡോക്യുമെന്റിൽ വെരിഫൈ ചെയ്യാനും എല്ലാം പറ്റില്ല. എല്ലാ കമ്പനികളും പ്രയാസം. നമ്മളെ സംബന്ധിച്ചോളം ഇപ്പം 3300-ഓളം ഫ്രാഞ്ചൈസി കേരളത്തിലുള്ളതുകൊണ്ട് തന്നെ ഏതൊരാളുടെയും വെരിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഞാനൊരു കണ്ണൂരുള്ള ഒരാളാണ്, ഞാൻ പോയി എറണാകുളത്ത് നിന്നാണ് എന്റെ പ്രൊഫൈൽ കൊടുക്കുന്നതെങ്കിൽ ശരിക്കും എന്റെ വീട് ഈ അഡ്രസ് കൊടുത്തേക്കുന്ന കണ്ണൂരത്തായിരിക്കും. കാരണം അവിടെ ഇങ്ങനത്തെ ആളുണ്ടോ എന്നല്ല വെരിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് അത്രത്തോളം സെന്റർ ഇല്ലേ, നമുക്ക് എല്ലാ ലോക്കൽ പോയിന്റും നമുക്ക് സെന്റർ ഇല്ലേ, അതുകൊണ്ട് വരും. പിന്നെ എമൗണ്ടിന്റെ കാര്യത്തിൽ വളരെ വ്യത്യാസമാണ്. വെറും 2000 രൂപ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതായത് 12,000 15,000 കൊടുക്കുന്നതിന് പകരമായിട്ട് ഈ വെരിഫൈഡ് ആയ സംഭവം ചെയ്യാൻ തന്നെ വെറും 2000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ പറയുന്ന ഫ്രാഞ്ചൈസിയിൽ ഒരു ശതമാനം അങ്ങോട്ടും പോകും. ശരി, ആ ഫ്രാഞ്ചൈസിക്കാരനും അത് ലാഭമുണ്ട്. പിന്നെ അതേപോലെ തന്നെ IT-യിലെ ഇതുണ്ട്. IT എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പല കമ്പനിയായി ടൈപ്പ് ചെയ്യുന്നില്ലേ, ആ കമ്പനികൾക്ക് വേണ്ട പല കാര്യമുണ്ട്. CRM, പിന്നെ അതേപോലെ തന്നെ വെബ്സൈറ്റുകൾ, അവർക്ക് വേണ്ട ഡിജിറ്റൽ മാർക്കറ്റിങ്ങുകൾ എല്ലാം ചെയ്യാൻ പറ്റും. ഒരു ജനസേവന കേന്ദ്രം തുടങ്ങിയിട്ട് പൂട്ടിപ്പോയ പലരെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ മിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു പേടിയും ഉണ്ടാവും. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അടച്ചുപോയത്? പലരും അടച്ചു പോയതിന്റെ കാരണം ഒന്ന് ട്രെയിനിങ്, ബാക്ക് എൻഡ് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾ നേരത്തെ തന്നെ കാണിച്ചില്ലേ ഒരു സോഫ്റ്റ്വെയർ, ട്യൂട്ടോറിയൽ സോഫ്റ്റ്വെയർ. അതേപോലെ സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നോക്കി അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലൈവ് ബാക്ക് എൻഡ് സപ്പോർട്ട് ഉണ്ട്. ബാക്ക് എൻഡ് സപ്പോർട്ട് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് മുന്നോട്ട് പോകുന്നില്ലേ നമ്മളോട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. 2 രീതിയിൽ കോൺടാക്ട് ചെയ്യാം. ഒന്ന് ട്യൂട്ടോറിയൽ സിസ്റ്റം ഉണ്ട് ഓൾറെഡി ചെയ്തു വെച്ചേക്കുന്നത്, അത് ലൈഫ് ലോങ് ആയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതായത് നമ്മുടെ എല്ലാ ഫ്രാഞ്ചൈസിക്കാർക്കും ലൈഫ് ലോങ് ആയിട്ട് അതിൽ പുതിയ അപ്ഡേഷൻസ് എല്ലാം വന്നുകൊണ്ടിരിക്കും. അതിന് പുതിയ പുതിയ സേവനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കമ്പനിയുടെ സേവനങ്ങളും ആ ട്യൂട്ടോറിയലിൽ വന്നുകൊണ്ടിരിക്കും. പിന്നെ അതേപോലെ തന്നെ ലൈവ് ബാക്ക് എൻഡ് സപ്പോർട്ട്, അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതില്ലാത്തതുകൊണ്ടാണ് പലരും പൂട്ടിപ്പോകുന്നത്. ഇങ്ങനെ പൂട്ടിപ്പോയ പലരും ഉണ്ടല്ലോ, അവർക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള പലരും ഉണ്ടാവും. ഈ മിത്രമായിട്ട് കണക്ട് ചെയ്തിട്ട് അവർക്ക് തുടങ്ങാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. അതിൽ അവർക്ക് ട്രെയിനിങ് മാത്രമായിട്ട് കൊടുക്കുന്ന സിസ്റ്റം ഉണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ബ്രാൻഡിലോട്ട് വരുന്ന എല്ലാവരും കുറേ പേര്, അതായത് നമ്മുടെ ഒരു 50% മേലെ തന്നെ ഏതെങ്കിലും ഒന്ന് തുടങ്ങിയിട്ട് നിർത്തിപ്പോയിട്ട് പിന്നെ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ആളുകളാണ്. ഇനി ഫൈനലായിട്ട് അറിയേണ്ടത്
ഇപ്പൊ ഒരു ഈ മിത്രത്തിന്റെ ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എത്രയാണ് എമൗണ്ട് വരുന്നത്? ഞങ്ങളുടെ സേവനങ്ങളെ സംബന്ധിച്ചോളം അത് 12,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ട്രെയിനിങ് സെക്ഷൻ മാത്രമാണ് വേണ്ടതെങ്കിൽ അത് 12,000 രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 25,000 തൊട്ട് തന്നെ ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 25,000, 30,000, 35,000 അങ്ങനെ 50,000 രൂപ വരുന്ന പാക്കേജുകൾ പല രീതിയിലായിട്ട് പല രീതിയിൽ വരുന്നുണ്ട്. ഇപ്പൊ ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുന്നത് തന്നെ എത്ര ഡിസ്റ്റൻസിലായിരിക്കുമോ? ടൗൺ ഏരിയയിൽ മാത്രം ഒരു 1 കിലോമീറ്ററിനുള്ളിൽ കൈകാര്യം ചെയ്യും. പിന്നെ ഒരു സാധാരണ ഒരു നാട്ടിൻപുറത്ത് അല്ല ഒരു ഗ്രാമങ്ങളിലാണെങ്കിൽ ആ ഏരിയയിൽ ഒന്ന് മാത്രമാണ് നമ്മൾ ചെയ്യുക. ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് വരുന്നത്? എസ്റ്റ എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. എസ്റ്റ എന്നാൽ എക്സ്പേർട്ട് സോഫ്റ്റ്വെയർ ടെക്നോളജി അസിസ്റ്റൻസ് എന്നാണ്. അതിലാണ് ഈ CSP ബിസിനസ്, IT ബിസിനസ്, അതായത് സോഫ്റ്റ്വെയർ ബിസിനസ്, അതേപോലെ തന്നെ മാട്രിമോണി ബിസിനസ്, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ്, ഇതെല്ലാം വരുന്നത് ഈ ഒറ്റ കമ്പനിയിലാണ്. നമ്മളെ സംബന്ധിച്ചോളം 2030 ആകുമ്പോൾ 1 ലക്ഷത്തോളം കസ്റ്റമർ സർവീസ് പോയിന്റ് ഉണ്ടാക്കി അതിലൂടെ 10,000-ഓളം കമ്പനികളെ പ്രൊഡക്റ്റ് ലോഞ്ച് ഹബ്ബായി മാറ്റുക എന്നതാണ്. ഓക്കെ, അതായത് ഈ പറയുന്ന ഓരോ കമ്പനിയുടെ പ്രോഡക്റ്റ് വിൽക്കാനുള്ള അവസരം ഓരോ ഫ്രാഞ്ചൈസി ഉള്ളവർക്കും കൊടുക്കാൻ പോവാണ്. ശരി, തീർച്ചയായും. കാരണം അവരുടെ സർവീസുകൾ, എല്ലാ കമ്പനിയുടെ സർവീസുകളും നമ്മുടെ ഈ കസ്റ്റമർ സർവീസ് പോയിന്റ് ഉണ്ടാവും. ഇത്രയാണ് ഈ മിത്രത്തിന്റെ വിശേഷങ്ങൾ. നല്ല അടിപൊളി കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലല്ലേ? 2 രീതിയിലാണ് നമുക്ക് ഈ മിത്രമായിട്ട് അസോസിയേറ്റ് അവസരം ഉള്ളത്. അതായത് നമ്മൾ സാധാരണക്കാർ, ഒരു നാട്ടിൻപുറക്കാരനാണ്, ഒരു സാധാരണക്കാരനാണെങ്കിൽ ഈ മിത്രമായിട്ട് ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ പ്രോഡക്റ്റുകളും വിൽക്കാനുള്ള ഒരു അടിപൊളി ഒരു ഓപ്ഷൻ. രണ്ടാമത്തത്, ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി പല കമ്പനികളും കയറിയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, പലരെയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ അടുത്ത് ഒരു പ്രോഡക്റ്റോ സർവീസോ ഉണ്ടെങ്കിൽ അത് ഈ മിത്രമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വിൽക്കാനുള്ള വലിയൊരു അവസരം, അതും 1-2 സ്ഥലത്തല്ല കേട്ടോ. എവിടെയൊക്കെ ഈ മിത്രത്തിന്റെ ഫ്രാഞ്ചൈസി ഉണ്ടോ അവിടെയൊക്കെ സെയിൽ ചെയ്യാനുള്ള, അവിടെയൊക്കെ നിങ്ങളൊരു ഷോപ്പ് തുടങ്ങിയ, ഷോറൂം തുടങ്ങിയ അതേ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടിയാണ് ഈ മിത്രം നിങ്ങൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, വിളിക്കുക, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.